ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സീന സുരേഷ്. ഇന്ന് നൈനികയിൽ വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസാണ്. പ്യുവർ നെറ്റ് കോട്ട സാരീസാണ് കേട്ടോ. കോട്ടൺ ആണ്. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഒരുപാട് എൻക്വയറി ആയിരുന്നു. അന്ന് കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇന്ന് സെയിം ഒരു കളക്ഷൻ അല്ല, നമ്മൾ മുന്നേ കൊണ്ടുവന്നിട്ടുള്ള ഡിസൈനും ഉണ്ട്, അല്ലാത്തതും ഉണ്ട് കേട്ടോ. അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക. എൻക്വയറി ചെയ്യേണ്ടത് വാട്സപ്പ് ത്രൂ ആണ്. വാട്സപ്പ് നമ്പർ വരുന്നത് 8304823244 ആണ്. ഈ നമ്പറിൽ വിളിച്ചാൽ കിട്ടില്ല, നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ ആയിരിക്കും എൻക്വയറിയും പർച്ചേസും ഒക്കെ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ തന്നെ ഈ സാരീസിനെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. അത് കേട്ട് മനസ്സിലാക്കി നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതൊരു പ്രത്യേക തരം മെറ്റീരിയലാണ്, അതുകൊണ്ടാണ് വീണ്ടും ഞാൻ പറയുന്നത്. ഇത് പ്യുവർ കോട്ടൺ സാരീസാണ്. ഭയങ്കര സോഫ്റ്റാണ്, കംഫർട്ടബിളാണ്, ലൈറ്റ് വെയ്റ്റ് ആണ്, തിന്നാണ് കേട്ടോ. ഒരു പേപ്പറിൻ്റെ കനം പോലും ഇല്ല, അത്രയേ ഉള്ളൂ കേട്ടോ ആ സാരി. അപ്പോൾ ഇത് മെറ്റീരിയൽ ഭയങ്കര പ്യുവർലി കോട്ടൺ ആണ്. അത് ഒത്തൻറ്റിക് ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള സാരിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫാഷനൊന്നും ഒരിക്കലും പോവില്ല. ഇത് എല്ലാ കാലത്തും എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. പക്ഷേ വളരെ തിന്നായിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. ഇങ്ങനെ ഊതിയ പറക്കുന്ന പറയില്ലേ, അങ്ങനത്തെ പോലത്തെ ഒരു മെറ്റീരിയലാണ് കേട്ടോ. പക്ഷേ ഇത് ഇഷ്ടമുള്ളവർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്, ഉടുക്കാൻ അവർക്ക് ഭയങ്കര കംഫർട്ടബിളാണ്. ഇത് നല്ല സീ ത്രൂ ആണ്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ മാത്രം പർച്ചേസ് ചെയ്യുക കേട്ടോ. അപ്പം നമുക്കിത് ഓരോന്നായിട്ട് കണ്ടു നോക്കിയാലോ. നമ്പർ 1 ആണ്. ഇങ്ങനത്തെ ഒരു ബ്രൗൺ ഷെയ്ഡിലാണ് വരുന്നത്. ബോർഡേഴ്സ് വരുന്നത് ബ്ലാക്കിലാണ് കേട്ടോ. രണ്ട് സൈഡിലും ഇതാ കണ്ടോ, എല്ലാം ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ആണ് വരുന്നത്. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് സാരി വരുന്നത് കേട്ടോ. ഇതാണ് പല്ലു വരുന്നത്. കണ്ടോ, അതിലിങ്ങനെ ഒരു ജറി ലൈനും പോകുന്നുണ്ട്. ഇതിങ്ങനെ ഒരു ഹാൻഡ് മെയ്ഡ് സാരിയാണ് കേട്ടോ. കണ്ടോ, ഇതേപോലെയാണ് വരിക. വൺ ലെയറിലിടുമ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം, അപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഇതാ കണ്ടോ, വൺ ലെയറിലിടുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. വളരെ തിന്നായിട്ടുള്ള കണ്ടോ, സീ ത്രൂ ആയിട്ടുള്ള സാരിയാണ്. ഇതിങ്ങനെയാണ് ട്രഡീഷണൽ ആയിട്ടുള്ള ഒതൻറ്റിക് ആയിട്ടുള്ള സാരിയാണ് കേട്ടോ. പ്യുവർ കോട്ടൺ സാരിയാണ് കേട്ടോ. നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സാരിയാണ് ഉടുക്കാൻ വേണ്ടിയിട്ട്. വളരെ തിന്നാണ്. ഇതിൽ ചിലതിൽ ഒട്ടും സ്റ്റാർച്ച് ഇല്ലാതെ വരുന്നത്, ചിലതിൽ ചെറിയൊരു സ്റ്റാർച്ച് പോലെയും കാണാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ജെൻറ്റിലായിട്ടുള്ള സോഫ്റ്റ് വാഷ് ചെയ്യാം, വാഷിംഗ് മെഷീനിലൊന്നും ഇടാൻ പാടില്ല. പിന്നെ സ്റ്റാർച്ച് ചെയ്യേണ്ടവർക്ക് സ്റ്റാർച്ച് ചെയ്തും യൂസ് ചെയ്യാവുന്നതാണ്. റേറ്റ് വരുന്നത് 1850 ആണ്, 1850 ആണ് കേട്ടോ. അപ്പോൾ ഈ മെറ്റീരിയൽ എന്താണെന്നും അതിൻ്റെ സ്വഭാവം എന്താണെന്നും മനസ്സിലാക്കിയതിന് ശേഷം പർച്ചേസ് ചെയ്യുക കേട്ടോ. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് സാരി ഞൊറിഞ്ഞൊക്കെ എടുത്ത് വരുമ്പോൾ. കോട്ടാഡോരിയാണ്, പ്യുവർ കോട്ടാഡോരിയ സാരിയാണ്. ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ബോർഡേഴ്സ് വരുന്നത്. ഇനി ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. ഇതേപോലെ ഒരു അജ്രക് പ്രിൻ്റ് പോലത്തെ പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. ബോർഡേഴ്സിൽ തിന്നൊരു സെറി വരുന്നുണ്ട്. അപ്പോൾ ഈ ബ്ലൗസും സാരിയുമായിട്ട് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അടുത്തത് നമ്പർ 2 ആണ്. നേരത്തെ കണ്ടതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. ഇവിടെ ബ്ലാക്കും ഇവിടെ ഒരു ബ്രൗൺ ഷെയ്ഡിലുമാണ് വരുന്നത്. ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിലാണ് വരുന്നത് കേട്ടോ. ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഒതൻറ്റിക് ആയിട്ടുള്ള സാരീസ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഹാൻഡ് മെയ്ഡ് സാരി ആയതുകൊണ്ട് തന്നെ ഇത് അവിടെ അവർ പുല്ലിലും മണ്ണിലും ടെറസിലൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഇത് ഡ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഡസ്റ്റ് പാർട്ടിക്കിൾസും ഗ്രാസ് പാർട്ടിക്കിൾസൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ബ്ലാക്കിലാവുമ്പോൾ അത് ഇത്തിരിയും കൂടെ വിസിബിൾ ആവും. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. വൺ ലെയറിൽ ഇട്ടിട്ട് ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലോ. അപ്പോൾ എല്ലാ മെറ്റീരിയലും എല്ലാ സാരീസും അതേപോലെ തന്നെയാണ്. പല്ലു ഇതേപോലെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റാണ് വരുന്നത്. ബ്ലൗസ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. ഒരു ലൈറ്റ് ഷെയ്ഡിൽ ഇതേപോലത്തെ ബ്ലാക്ക് ഒരു ഡിസൈനാണ്. അപ്പോൾ ഈ സാരിയും ബ്ലൗസും കൂടെ വരുമ്പോൾ സൂപ്പറായിരിക്കും. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. റേറ്റ് വരുന്നത് 1850. ഈ വീഡിയോയിലെ എല്ലാ സാരീസിനും സെയിം പ്രൈസാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇനി അടുത്ത സാരി കാണാം. അടുത്തത് നമ്പർ 3 ആണ്. ഇതും ഒരു മെറൂണിഷ് ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത്. ഇതെല്ലാം ലിമിറ്റഡ് പീസേ ഉള്ളൂ കേട്ടോ. വേണമെന്നുള്ളവർ പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക. കണ്ടോ, നമ്പർ 3 ആണ്. സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ എപ്പോഴും നമ്പർ കൂട്ടി സ്ക്രീൻഷോട്ട് എടുക്കുക കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. കണ്ടോ, പല്ലു ഇതേപോലെയാണ് കേട്ടോ വരുന്നത്. കണ്ടോ, ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റാണ്. ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൗസ് പീസാണ് എല്ലാത്തിൻ്റെയും. കണ്ടോ ആ ഡിസൈൻ, അതിന് ഇതേപോലത്തെ ഒരു സെറി ബോർഡർ വരുന്നുണ്ട്. പ്യുവർ കോട്ടാഡോരിയ സാരീസാണ്.
ഇപ്പോൾ യൂത്തിൻ്റെ ഇടയിലൊക്കെ ഇത് ഭയങ്കര ട്രെൻഡിങ് ആണ്. നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കിയാൽ അറിയാം, ഒരുപാട് പേര് ഇതിൻ്റെ ഉടുത്തിട്ട് റീൽസൊക്കെ ചെയ്യണ കാണാം. അതേപോലെ ഏജ് ആയവർക്കും വളരെ കംഫർട്ടബിളാണ്. പക്ഷേ ഈ മെറ്റീരിയലിനെ കുറിച്ച് മനസ്സിലാക്കി മാത്രം പർച്ചേസ് ചെയ്യുക. അത് ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ്. അപ്പോൾ നമ്പർ 3 ആണ്. റേറ്റ് വരുന്നത് 1850, 1850. അടുത്തത് നമ്പർ 4 ആണ്. ഇത് നമ്മൾ മുന്നേയും കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോഴും ഇത് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് നമ്മൾക്ക് എൻക്വയറി വരാറുണ്ട് കേട്ടോ. ഇതൊരു നല്ലൊരു ലൈറ്റ് ഷെയ്ഡാണ്. അതിലിതാ ഇങ്ങനെ ഒരു ഡാർക്ക് ഗ്രീനും ബ്ലൂ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഒരു ഫ്ലോറൽ പ്രിൻറ്റ് പാറ്റേൺ ആണ്. ഫ്ലവേഴ്സും അതേപോലെ തന്നെ ലീവ്സും വരുന്ന ഒരു ഡിസൈനാണ്. ഇങ്ങനെയാണ് സാരി വരുന്നത് കേട്ടോ. ഉടുത്ത് വരുമ്പോൾ ഇതേപോലെ ഉണ്ടാവും. പ്യുവർ കോട്ട ഡോറിയ സാരീസാണ്. ഇങ്ങനെയാണ് പല്ലു വരുന്നത്. കണ്ടോ, ഒരു ചെക്ക് പാറ്റേൺ ഇടയിൽ ഈ ഒരു ഡിസൈനായിട്ടാണ് വരുന്നത്. ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നല്ല ഭംഗിയായിരിക്കും ഈ സാരിയും ബ്ലൗസും. ഇത് നല്ല സ്റ്റൈലിഷായിട്ട് സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. നമ്മളിത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണോ, വെയർ ചെയ്യണോ, അതിൻ്റെ കൂടെയുള്ള ഓർണമെൻറ്റ്സ് എങ്ങനെയുണ്ട് അതിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ ഭംഗി കേട്ടോ. ഇതാ കണ്ടോ, ഇതേപോലെയാണ് വരുന്നത്. നല്ല ഓഫീസ് വെയറൊക്കെ ആയിട്ട് എല്ലാവരും പ്രിഫർ ചെയ്യുന്ന സംഭവമാണ്. കാഷ്വൽ വെയർ ആയിട്ടോ എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയാണ് കേട്ടോ. നമ്പർ 4 ആണ്. റേറ്റ് സെയിം ആണ്, 1850. ഇനി അടുത്ത സാരി. അടുത്തത് നമ്പർ 5 ആണ്. ഇതേപോലെ ഉണ്ട് കേട്ടോ. നല്ലൊരു ബർഗണ്ടി ഷെയ്ഡ് എന്ന് പറയാം. ഇതേപോലെയാണ്. നമ്പർ 5 ആണ്. ഫുൾ ഒരു അജ്രക് പ്രിൻറ്റിലാണ് വരുന്നത് കേട്ടോ. പല്ലു വരുന്നത് ഇതേപോലെ അജ്രക് പ്രിൻറ്റിൽ തന്നെയാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ഇതേപോലെ സെറി ലൈൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. കണ്ടോ, വിത്ത് ബോർഡർ ആയിട്ടാണ് വരുന്നത്. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. വളരെ തിന്നായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. ഭയങ്കര കംഫർട്ടബിളാണ് ഉടുക്കാൻ വേണ്ടി. ഇത് ഉടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാരി ഉടുത്ത ഒരു ഫീലേ ഉണ്ടാവില്ല. കാറ്റത്ത് ഒരു പറന്ന് നടക്കുന്ന ഫീലാണ് ഉണ്ടാവുക. ഇതാ കണ്ടോ, പല്ലു ഇങ്ങനെയാണ് കേട്ടോ. ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പല്ലു. ബ്ലൗസ് ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ, ഇതാണ് കേട്ടോ ഡിസൈൻ വരുന്നത്. തിന്നാണ്. എല്ലാം ഒരേപോലത്തെ മെറ്റീരിയലാണ്. കണ്ടോ, സീ ത്രൂ ആണ്. ഈ ഫാബ്രിക് ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. റേറ്റ് വരുന്നത് 1850. അടുത്തത് നമ്പർ 6 ആണ്. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇത് ഇത്തിരി ഒരു സ്റ്റാർച്ചുള്ള പോലെ ഉണ്ട് കേട്ടോ. ചിലതിൽ ചെറുതായിട്ടൊരു സ്റ്റാർച്ച് പോലെ തോന്നും, ചിലത് ഒട്ടും സ്റ്റാർച്ച് ഇല്ലാത്ത ടൈപ്പാണ്. അങ്ങനെ പല കാറ്റഗറി ആയിട്ടാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ആ ബോർഡേഴ്സ് വരുന്നത്. വൺ സൈഡിൽ ലോവർ ബോർഡർ, അപ്പർ ബോർഡർ ഒരു തിന്നായിട്ടുള്ള സെറി, നമ്മുടെ കോട്ട ഡോറിയ. പല്ലു വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. എല്ലാം ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ആണ്. ഇതിലിങ്ങനെ ആ സെറി ലൈൻ പോകുന്നുണ്ട്. ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു പ്രിൻ്റാണ്. ബ്ലൗസ് ലൈനിങ് ഒക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ഞൊറിഞ്ഞുടുത്ത് വരുമ്പോൾ ഈ ഒരു ഞൊറി ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. താഴെയാണെങ്കിലും നമ്മൾ സാരി ഉടുക്കുമ്പോൾ ലോവർ ബോർഡറിൽ വരുമ്പോൾ അതിങ്ങനെ കിടക്കണ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. റേറ്റ് വരുന്നത് 1850 ആണ്. 1850 ആണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത സാരി കാണാം. അടുത്തത് നമ്പർ 7 ആണ്. നമുക്ക് കൂടുതൽ ഇങ്ങനത്തെ ബ്രൗൺ, ബ്ലാക്ക് അങ്ങനത്തെ ഷെയ്ഡുകളാണ് കൂടുതലായിട്ട് ആൾക്കാർ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കളേഴ്സ് കൂടുതൽ കൊണ്ടുവരുന്നത് കേട്ടോ. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ബ്രൗൺ ആണ് കേട്ടോ. ഒരു ബ്രിക്ക് ബ്രൗൺ ഷെയ്ഡ്. പല്ലു ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ, ഒരു പ്ലെയിൻ ഇതേപോലെയാണ്. തിന്നായിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. ഇതാണ് പല്ലു. അതിൽ ബ്ലോക്ക് പ്രിൻറ്റും വന്നിട്ടുണ്ട്, സെറി ലൈൻസും വന്നിട്ടുണ്ട്. ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ്, വിത്ത് ബോർഡർ ആയിട്ടാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഒരു ബ്ലൗസിൻ്റെ പാറ്റേൺ. അപ്പോൾ ഈ സാരിയും ബ്ലൗസും കൂടെ വെയർ ചെയ്ത് വരുമ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരിയാണ്. ഇങ്ങനെയാണ് കേട്ടോ സാരി ഉടുത്ത് വരുമ്പോൾ ഉണ്ടാവുക. രണ്ട് സൈഡിലും ഈക്വൽ വിഡ്ത്തിലുള്ള ബോർഡറാണ് വരുന്നത്. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. റേറ്റ് വരുന്നത് 1850. ഇനി അടുത്ത സാരി കാണാം. അടുത്തത് നമ്പർ 8 ആണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളതാണ്. കിട്ടാത്ത ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് പീസ് വന്നിട്ടുള്ളൂ. പിന്നെ ഇതൊക്കെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്ന സംഭവമാണ് കേട്ടോ. ഈ ഒരു മെറ്റീരിയൽ ഇഷ്ടപ്പെടുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അപ്പോൾ അവർ ഇതിനായിട്ട് വെയിറ്റിംഗ് ആണ്. കണ്ടോ, ഇങ്ങനെയാണ് വരിക കേട്ടോ.
നമ്പർ 8 ആണ്. ബ്ലാക്ക് ആൻഡ് ഒരു നല്ലൊരു മെറൂണിഷ് ബ്രൗൺ ആണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ലോവർ ബോർഡർ വരുന്നത് കേട്ടോ. ഉടുത്ത് വരുമ്പോൾ ഭയങ്കര ലുക്കുള്ള ഒരു സാരിയാണ്. പല്ലു ഇതേപോലെ വരുന്നത്. ആ ഒരു ബ്ലാക്കും മെറൂണുള്ള ആ കോമ്പിനേഷൻ സൂപ്പർബാണ് കേട്ടോ. അതിൽ സെറി ലൈൻസും വരുന്നുണ്ട്. ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലിലാണ് വന്നിട്ടുള്ളത്. ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അത് സാരിയും ബ്ലൗസും കൂടെ വെയർ ചെയ്ത് വരുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഭംഗി അറിയുള്ളൂ. ഇതിൻ്റെ ആ വിത്ത് ബ്ലൗസും കൂടെ വെയർ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ഭംഗി. അല്ല ഇനിയിപ്പോൾ പ്രിൻറ്റഡ് ബ്ലൗസ് ഇഷ്ടമില്ല എന്നുള്ളവർക്ക് വേണമെങ്കിൽ അവർക്ക് ഇതിലത്തെ ആ ഒരു ഈ കോൺട്രാസ്റ്റ് കളറോ അല്ലെങ്കിൽ സെൽഫ് ബ്ലാക്ക് കളറോ ബ്ലൗസ് വെയർ ചെയ്യാവുന്നതാണ്. റേറ്റ് സെയിം ആണ്, 1850. ഇത് നമ്പർ 9 ആണ്. ഇതേപോലെ വരുന്നത് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത സാരി ഫുൾ പ്ലെയിൻ ബ്ലാക്ക്, അതിന് ഈ ഒരു കോട്ട ഡോരിയ ഈ ഒരു സെറി മാത്രം 2 സൈഡിലുള്ളൂ. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത വരുന്നത് ഇതിൻ്റെ പല്ലു ബ്ലൗസ് പീസും കണ്ടോ ഇതേപോലെ പ്രിൻറ്റഡും കളറുമായിട്ടാണ് വരുന്നത് കേട്ടോ. അതാണ് ഈ സാരിയുടെ പ്രത്യേകത. ഇങ്ങനെയാണ് സാരി വരുന്നത്. പ്ലെയിൻ ബ്ലാക്കാണ്. അപ്പോൾ ഇത് ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഈ മെറ്റീരിയലിൽ പ്ലെയിൻ ബ്ലാക്ക് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് കേട്ടോ. 2 സൈഡിലും ഇതേപോലത്തെ തിന്നായിട്ടുള്ളൊരു ബോർഡർ വരുന്നുണ്ട്. ഇതിൻ്റെ പല്ലു വരുന്നത് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഡസ്റ്റി പീച്ച് ബ്രൗൺ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ്. ഇതേപോലെയാണ് ബ്ലോക്ക് പ്രിൻറ്റ് വന്നിട്ടുള്ളത്. ബ്ലൗസ് വരുന്നത് ഇതേപോലെ കേട്ടോ, ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിൽ കണ്ടോ. ആ പല്ലുവിൻ്റെ സെയിം കളറിൽ വിത്ത് ആ ഒരു സെറി ബോർഡർ ആയിട്ടാണ് വരുന്നത്. ഇങ്ങനെയാണ് കേട്ടോ. ഭയങ്കര ജെറ്റ് ബ്ലാക്ക് അല്ല, പക്ഷേ ബ്ലാക്ക് തന്നെ. അതിൽ ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസും ഗ്രാസ് പാർട്ടിക്കിൾസും ഒക്കെ ഈ ബ്ലാക്കിൽ ഭയങ്കര വിസിബിളായിട്ട് കാണും കേട്ടോ. അത് തട്ടിക്കളയോ നനഞ്ഞ തുണി കൊണ്ട് തുടച്ച് കളയോ ഒക്കെ ചെയ്താൽ മതി. ആദ്യം ഒന്ന് ജസ്റ്റ് എല്ലാം തട്ടിക്കളഞ്ഞിട്ട് പിന്നെ തുണി വെച്ച് തുടച്ചെടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാത്തിലും കാണണമെന്നില്ല, പക്ഷെ ഇവർ അങ്ങനെയാണ് ഇത് ഡ്രൈ ചെയ്ത് വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്, അത് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക. ഇതേപോലെ പ്ലെയിൻ ബ്ലാക്കിൽ പല്ലും ബ്ലൗസ് പീസും വേറെ ആയിട്ട് വരുന്നതാണ് ഇനി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വേണമെന്നുള്ളൊരു പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക. ഇതൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ടാണ് പീസസ് വന്നിട്ടുള്ളത് കേട്ടോ. അടുത്തത് നമ്പർ 10 ആണ്. ഇതേപോലെ തന്നെ പ്ലെയിൻ ബ്ലാക്ക് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം. ഇതിൻ്റെ പല്ലു വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. കണ്ടോ, നല്ലൊരു ആഷ് ഗ്രേ അങ്ങനത്തെ ഒരു കളറാണ്. ബ്ലൗസും അങ്ങനെ തന്നെയാണ് വരുന്നത്. ഇതൊക്കെ കണ്ടോ, നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇത് സ്റ്റൈൽ ചെയ്ത് വരുമ്പോഴായിരിക്കും ഇതിൻ്റെ ഭംഗി കേട്ടോ. ഇതൊക്കെ കണ്ടോ, നമ്പർ 10 ആണ്. സാരി വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇത് ഞാൻ ഡബിൾ ലെയറിലാണ് ഇട്ടിട്ടുള്ളത്. 1 ലെയറിലിടുമ്പോൾ ഇതേപോലെ ഉണ്ടാവുക കേട്ടോ. കണ്ടോ, ഇത്രയും സീ ത്രൂ ആണ്. അതങ്ങനെയാണ് ആ മെറ്റീരിയൽ വരുന്നത്. പ്യുവർ കോട്ട ഡോറിയ സാരീസാണ്. കോട്ടൺ ആണ് കേട്ടോ. ഇതേപോലെയാണ് പല്ലു വരുന്നത്. കണ്ടോ, നല്ല ഭംഗിയാണ്. ഇതൊക്കെ ഡിസൈനർ പീസാണ് കേട്ടോ. ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ്. ഇത് വളരെ കോമൺ ആയിട്ടുള്ള സംഭവമല്ല, വളരെ യുണീക്കായിട്ടുള്ള എലഗൻ പീസുകളാണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെ വരും കേട്ടോ. ഉടുത്ത് വരുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസ്. റേറ്റ് വരുന്നത് 1850, 1850. ഇനി അടുത്ത സാരി. അടുത്തത് നമ്പർ 11 ആണ്. കണ്ടോ, നമ്പർ 11 ആണ്. സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ എപ്പോഴും നമ്പർ കൂട്ടി എടുക്കുക കേട്ടോ. ഇതാ കണ്ടോ, ഇതിൻ്റെ പല്ലു വരുന്നത് നല്ലൊരു ലാവൻഡർ അല്ല, നല്ലൊരു പ്ലസൻറ്റ് വയലറ്റിൻ്റെ ഒരു ഷെയ്ഡാണ്. ലാവൻഡർ വയലറ്റ് ഷെയ്ഡ് എന്ന് തന്നെ പറയാം. നല്ല ഭംഗിയുള്ള ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ആണ്. ബ്ലൗസ് വരുന്നത് ഇതേപോലെ സെയിം കളറിൽ ബ്ലോക്ക് പ്രിൻറ്റ് വിത്ത് ബോർഡർ ആയിട്ടാണ് വരുന്നത്. ഇതേപോലെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. പല്ലു ഇങ്ങനെ, ബ്ലൗസ് വരുന്നത് ഇങ്ങനെ കേട്ടോ. അപ്പോൾ ഈ സാരിയും ബ്ലൗസുമായിട്ട് വരുമ്പോൾ എല്ലാതും അതെ ഇങ്ങനെ അത് സ്റ്റിച്ച് ചെയ്തിട്ട് വരുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഭംഗി അറിയുള്ളൂ. റേറ്റ് വരുന്നത് 1850, 1850 കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോമ്പിനേഷൻ. എല്ലാ സാരിയും ഇങ്ങനെ തന്നെയാണ്. ഇനി അടുത്ത കളർ കാണാം. അടുത്തത് നമ്പർ 12 ആണ്. ഇതേപോലെ തന്നെ പ്ലെയിൻ ബ്ലാക്ക് ആണ്. അതിൽ ഗ്രേപ്പ് ജ്യൂസിൻ്റെ ഒക്കെ ഒരു കളർ പോലില്ല, അതോ അല്ലെങ്കിൽ ഒനിയൻ പിങ്ക് ഒക്കെ മിക്സ് ആയിട്ടുള്ള പോലത്തെ ഒരു കളറാണ്. ചില കളറ് നമുക്ക് അങ്ങോട്ട് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. ഇതേപോലെയാണ്. ആ ബ്ലാക്കിൻ്റെ കൂടെ വരുമ്പോൾ ഏത് കളറാണെങ്കിലും സൂപ്പറാണ്. ഇനി ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ആ സെയിം കളറിൽ തന്നെ കണ്ടോ, ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ആണ് വിത്ത് ഈ ഒരു സെറിയും കൂടെ ആയിട്ടാണ് വരുന്നത്. ഇതേപോലെ ബോർഡർ ഉണ്ട് കേട്ടോ. ബോർഡർ ഉള്ളത് വേണമെങ്കിൽ അങ്ങനെ വയ്ക്കാം, അല്ലെങ്കിൽ തിന്ന ഒരു സെറി ഉള്ളത് അങ്ങനെ വേണമെങ്കിൽ വയ്ക്കാം. അപ്പോൾ നോക്കി സാരിയും ബ്ലൗസും കൂടെ വരുമ്പോൾ സൂപ്പറായിരിക്കും.
അടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. തിൻ ജെറി ആയിട്ടുള്ള പ്ലെയിൻ ബ്ലാക്കാണ് സാരി. പല്ലു ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ലാസ്റ്റ് സാരി. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ പ്യുവർ കോട്ടൺ സാരിയാണ്, കോട്ട ഡോറിയ സാരീസാണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട്, ഈ മെറ്റീരിയലിനെ പറ്റിയിട്ട് ഒരുപാട് പേർക്ക് ഇതെന്താണെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് കംപ്ലീറ്റ് ആയിട്ട് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക. കാരണം ഓരോ മെറ്റീരിയലിനും ഓരോ സ്വഭാവമാണ് കേട്ടോ. അതായത് അപ്പോൾ ഈ കോട്ട ഡോറിയൻ്റെ ആ ഒരു നേച്ചറായിരിക്കും ഈ സാരിക്ക് ഉണ്ടാവുക. അല്ലാതെ സിൽക്ക് സാരി പോലെയോ ടസർ സാരി പോലെയോ ഒന്നും അല്ല ഉണ്ടാവുക. അപ്പോൾ അത് പ്രത്യേകം മനസ്സിലാക്കി തന്നെ പർച്ചേസ് ചെയ്യുക. ഉടുക്കാനായിട്ട് ഇത് ഇഷ്ടമുള്ളവരോട് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പോൾ അതറിയാത്തവരുടെ ശ്രദ്ധയിലേക്കായിട്ടാണ് എല്ലാം പറയുന്നത്. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഫുള്ളായി കണ്ട് 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് പർച്ചേസ് ചെയ്യുക. വീഡിയോയിൽ കാണുന്നതും നേരിട്ട് കാണുന്നതും തമ്മിൽ കളറിൽ നേരിയ വ്യത്യാസം ഉണ്ടാവും. അതും കൂടെ മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക. മെറ്റീരിയൽ എന്താണെന്നോ അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നും മനസ്സിലാക്കി തന്നെ പർച്ചേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കൂടുതൽ ഭംഗിയുള്ള സാരീസായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. താങ്ക് യു.